ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ നിദ്രാഛേദന ഗോവിന്ദ ഭദ്രാശേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ. ഇനി ദുര്യോധനെ ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മനസ്സ് പറയാൻ തുടങ്ങി. മാത്രമല്ല, അവനിൽ ഇപ്പോൾ എന്നോട് വെറുപ്പാണ് കൂടി വരണത്. അതുകൊണ്ട് കാര്യമില്ല, മനസ്സിലാവണില്ലല്ലോ എന്ന് ധൃതരാഷ്ട്ര മഹാരാജാവ് വിചാരിച്ചു. എന്നിട്ട് മഹാരാജാവ് സഞ്ജയനോട് ചോദിക്കുകയാണ്, ശ്രീകൃഷ്ണൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, അർജുനൻ ഒന്നും പറഞ്ഞത് പറ്റി പറയണ്ടായില്ല, എന്താ അയാളുടെ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ സഞ്ജയൻ പറയാണ്, മഹാരാജാവേ, ക്ഷമ അശക്തിയുടെയും വീരത്വത്തിൻ്റെയും ലക്ഷണം ആണെന്ന് കരുതരുത്. കർത്തവ്യങ്ങൾക്ക് ക്ഷതം പറ്റുന്ന രീതിയിലുള്ള ക്ഷമാശീലവും നല്ലതല്ല. ക്ഷമ ശക്തർക്ക് ഭൂഷണവും അശക്തർക്ക് അതിൻ്റെ പേരിൽ ഒളിഞ്ഞിരിക്കാൻ പറ്റിയ ഒരു സാധനവുമാണ്. ആലോചിച്ച് ചെയ്യേണ്ട കർമ്മങ്ങൾ അണുവിട തെറ്റാതെ പ്രയോഗിക്കാൻ കഴിയുന്നവരായിരിക്കും ക്ഷമാശീലന്മാർ. അവൻ്റെ തീരുമാനങ്ങൾക്ക് വജ്രത്തേക്കാൾ ദൃഢതയുണ്ടായിരിക്കും. അതുകൊണ്ട് ക്ഷമയോടുകൂടിയ ദൃഢനിശ്ചയമാണ് അർജുനൻ അപ്പോൾ അവിടെ പ്രകടിപ്പിച്ചത്. മഹാരാജാവേ, അർജുനൻ്റെ പ്രതിജ്ഞാപൂർവങ്ങളായ വാക്കുകൾ നമ്മൾ വളരെ ഗൗരവമുള്ളതായിട്ട് വേണം കണക്കാക്കാൻ. ഭീഷ്മർ, ദ്രോണർ, കൃപൻ, ദുര്യോധനൻ, ദുശാസനൻ, ശകുനി, കർണൻ, അവരോട് പറഞ്ഞേക്കൂ, പോർക്കളത്തിൽ അവരോടുകൂടി വരുന്ന ആരും ജീവനോടെ മടങ്ങിപ്പോവില്ല എന്നിങ്ങനെ ദൃഢമായ നിശ്ചയത്തോടു കൂടിയാണ് അർജുനൻ എന്നോട് പറഞ്ഞത്. അതുകൂടി കേട്ടപ്പോൾ ഞാൻ പതുക്കെ അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി. ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും സഞ്ജയ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഗാന്ധാരിയും വ്യാസ ഭഗവാനും സഭയിൽ എത്തിച്ചേർന്നു. അപ്പോൾ സഞ്ജയൻ പറയാണ്, കർമ്മപ്രേരണ കൊണ്ടാണ് മനുഷ്യജന്മം ഉണ്ടാവണത്, അതാർക്കും തടുക്കാനൊന്നും പറ്റില്ല. എന്നാൽ തൻ്റെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് മാത്രം മനുഷ്യനായി അവതരിച്ച ഒരാളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ട് ശ്രീകൃഷ്ണനെയും മറ്റു മനുഷ്യരെയും ഒരേ ത്ലാസിൽ തൂക്കരുത്. ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും ഭഗവാന്റെ മുമ്പിൽ തോൽക്കുകയുള്ളൂ. അതിനുള്ള അവതാരമാണത്. സത്യവും ധർമ്മവും എവിടെയൊക്കെ ആവശ്യം വരുന്നു അവിടെയൊക്കെ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യം കാണാം. അപ്പോൾ ധൃതരാഷ്ട്രനോട് സംശയം. ധൃതരാഷ്ട്രർ വിതുരനോട് ചോദിക്കുകയാണ്, സഞ്ജയനെ അറിയുന്ന ഈ കൃഷ്ണതത്വം എന്തേ എനിക്ക് മനസ്സിലാവാഞ്ഞത് എന്ന്. അപ്പോൾ വിതുരൻ പറയാണ്, മഹാരാജാവേ, കൃഷ്ണതത്വം അറിയണമെന്നുണ്ടെങ്കിൽ ആത്മവിദ്യ ദൃഢമായിരിക്കണം. അങ്ങക്ക് ആ ദൃഢത ഇനിയും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായിരിക്കണം കാരണം. അപ്പോൾ ഇതെല്ലാം കേട്ടിരിക്കുകയാണ് ഗാന്ധാരിയും വ്യാസാചാര്യനും. ഗാന്ധാരി പതുക്കെ ദുര്യോധനനെ ഒന്ന് ഉപദേശിക്കാൻ ശ്രമിച്ചു. ദുര്യോധന, ഗുരുജനങ്ങൾ പറയുന്നതാണ് നേരായ വഴി, നീ ആ വഴി പിന്തുടരൂ. അല്ലാതെ ഈ ശകുനി, കർണൻ എന്നിവരൊക്കെയുള്ള ചീത്ത കൂട്ടുകെട്ട് ഉപേക്ഷിക്കൂ. അവർ പറയുന്നത് കേട്ട് ഇങ്ങനെയുള്ള ദുഷ്ടചിന്തകൾ നിൻ്റെ മനസ്സിൽ വല്ലാണ്ട് ഉണർന്നിരിക്കണു. നീ ഗുരുജനങ്ങൾ പറയുന്നത് കേട്ട് സ്വർഗത്തിലേക്കുള്ള വഴി ഉണ്ടാക്കും. അല്ലാതെ ഇവരുടെ കൂടെ നരകത്തിലേക്കുള്ള വഴിയല്ല
നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇതൊക്കെ ആര് കേൾക്കാൻ? വെട്ടാൻ പറഞ്ഞ പോത്തിനോട് വേദം ഉപദേശിക്കുന്നത് പോലെയാ. ഗാന്ധാരി പറയുന്നതൊന്നും ദുര്യോധനൻ്റെ മനസ്സിലൊന്നും കയറിയിട്ടില്ല. അയാൾ പിന്നെയും പഴയപടി തന്നെയാണ്. അസ്വസ്ഥനായിരിക്കണ ആ ധൃതരാഷ്ട്ര മഹാരാജാവിന് പിന്നെ വ്യാസാചാര്യൻ ചില ഉപദേശങ്ങളും കൃഷ്ണതത്വങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്ത് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന് അങ്ങയോട് യാതൊരു എതിരഭിപ്രായവും ഇല്ല. സുഹൃതം സമ്പാദിക്കാണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കാണ്ട് ആർക്കും ഈശ്വര തത്വത്തെ അറിയാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങ് അത് രണ്ടും വശത്താക്കാൻ ശ്രമിക്കൂ. അത് കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട നാമങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ വ്യാപ്തിയും ഒക്കെ വിശദീകരിച്ച് പറയണ്ടായി വ്യാസാചാര്യൻ. മനുഷ്യരുടെ ഇടയിലേക്ക് മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന ഈശ്വരനാകുന്ന ശ്രീകൃഷ്ണനെ ദിവ്യഭാവങ്ങളിൽ കൂടി വീക്ഷിക്കാൻ പഠിക്കൂ എന്നുള്ള ഉപദേശങ്ങളൊക്കെ വ്യാസാചാര്യൻ കൊടുക്കുകയുണ്ടായി. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, ഈ ശ്രീകൃഷ്ണ മാഹാത്മ്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മനസ്സിന് നല്ല സ്വസ്ഥത കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ പറയണത്, ഈശ്വരനാമങ്ങൾ ചൊല്ലൂ. വൈകുന്നേരങ്ങളിൽ നമ്മൾ വിളക്ക് കൊളുത്തി ഈശ്വരനാമം ചെല്ലുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിന് സ്വസ്ഥത ഉണ്ടാവണം. വൈകുന്നേരങ്ങളിൽ മാത്രമല്ല, കാലത്തും രണ്ടു നേരവും ഈശ്വരനാമങ്ങൾ ചൊല്ലിക്കഴിയുമ്പോൾ മനസ്സ് സ്വസ്ഥമായിരിക്കും, ശാന്തമായിരിക്കും. ക്ഷമ അത് നമ്മളിൽ വളരാൻ തുടങ്ങും. അവിടെയാണ് ആ ദൃഢനിശ്ചയം ഉണ്ടാവുക. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ശരിയായ മാർഗം ഉണ്ടാവുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ അനുഭവങ്ങളെയൊക്കെ മുൻനിർത്തി മഹാരാജാവ് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. സഞ്ജയൻ്റെ ദൗത്യവൃത്താന്തം ഏതാണ്ട് സമാപിച്ചു എന്ന് വേണം പറയാൻ. സദസ്സ് പിരിയാൻ തുടങ്ങി. രാജാക്കന്മാരും മറ്റ് സദസ്സിലുണ്ടായിരുന്നവരും പതുക്കെ പതുക്കെ ഒരേ വഴിയെ കൂടി ഇറങ്ങി സ്വഗ്രഹങ്ങളിലേക്ക് പോയി. ഭഗവാനെ എല്ലാവർക്കും എപ്പോഴും മനസമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള അവസരം അങ്ങ് ഉണ്ടാക്കി കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.